ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ആക്ച്വലി വെള്ളിയങ്കിരി മല പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു ശിവരാത്രി തലേദിവസം. അപ്പോൾ ഞങ്ങൾ ശിവരാത്രി തലേദിവസം വന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന 2 അനിയന്മാരും ഞാനും കൂടിയിട്ട് വെള്ളിയങ്കിരി മല പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളിയങ്കിരി മലയ്ക്ക് പോകണമെന്നപ്പോൾ അളിയൻ്റെ ഒരു 3 കൂട്ടുകാരന്മാരും, അങ്ങനെ അവർ 4 പേരും ഞങ്ങൾ 3 പേരും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ പോകാൻ, നിങ്ങൾ മെല്ലെ വന്നാൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ പോയാൽ ഞങ്ങൾ 3 പേരും കൂടി കാർ എടുത്തിട്ട് ഫ്രണ്ടിൽ പോയായിരുന്നു. ആക്ച്വലി ചാവടി എത്താനാണ് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയായിരുന്നു. പിന്നെ മധുക്കര മറ്റേ റെയിൽവേ ക്രോസിൻ്റെ പണി നടക്കുന്നതിനും ഒരു 3/4 മണിക്കൂറോളം അവിടെ സ്റ്റക്കായി കിടന്നു വണ്ടിയും കൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പേരൂരിൽ നിന്ന് തിരിഞ്ഞ് നേരെ ഞങ്ങൾ ഇഷ റൂട്ടിലോട്ട് പോയായിരുന്നു. അവിടെ പോകുമ്പോൾ തന്നെ ഞങ്ങളൊരു 6 മണിൻ്റെ അടുത്തായി മധുക്കര കിടക്കുമ്പോൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം അന്നദാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ്റെ കൂട്ടുകാരന്മാരും വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ആ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അത്യാവശ്യം കണ്ട് രസിച്ച് നിന്നായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം. ഒരു കുറേ നേരം ഇന്ന് കണ്ടതിന് ശേഷം പിന്നെ അതിനുശേഷം അളിയന്മാർ വന്നായിരുന്നു. അളിയൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ മെല്ലെ മല ചവിട്ടാൻ തുടങ്ങി. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് മല ചവിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫോണിൽ ടോർച്ചൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു പോയത്. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റിലെ മല കയറിക്കഴിഞ്ഞതും ഫസ്റ്റ് മല കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു വിനായകൻ കോവിലുണ്ട്. അപ്പോൾ ആ വിനായകൻ കോവിലിൽ എല്ലാവരും തൊഴുതുണ്ടായിരുന്നു. ഞങ്ങളും തൊഴുതിയതിന് ശേഷം അവിടെ ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതിയതിന് ശേഷം അവിടെ കുറച്ച് സ്റ്റാളുകളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടി സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങാൻ ഞങ്ങൾ ഓൾറെഡി താഴത്തുനിന്നെല്ലാം വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ മുകളിലൂടെ കറങ്ങി. അത്യാവശ്യം രാത്രി ആയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തു. പിന്നെ നേരെ അമ്പലത്തിൻ്റെ അവിടെ ഏറ്റവും മുകളിൽ പോയിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അടുത്തെത്തും മാത്രം കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു. ആ ദർശനം കാണുന്ന അവിടെ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂറോളം അവിടെ ക്യൂ നിന്നതിന് ശേഷം ശിവനെ കണ്ട് ദർശനമെല്ലാം നന്നായി നല്ല സന്തോഷത്തോടെ ദർശനമെല്ലാം കണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു മലൻ്റെ മണ്ടയ്ക്ക് പറ്റി ഇരുന്നിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് മെല്ലെ സൂര്യൻ ഉദിച്ച് വരുന്നത് അങ്ങനെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒരു അറ്റ്മോസ്ഫിയറും കൂടെ ചേർന്ന് അടിപൊളിയായിരുന്നു സൺറൈസ്. അടിപൊളിയായിട്ട് സൺറൈസ് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സൺറൈസ് അടിപൊളിയായിട്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൺറൈസ് എല്ലാം കണ്ടതിന് ശേഷം ഞാൻ ചുറ്റുമുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ചുറ്റും. ചുറ്റും 360 ഡിഗ്രി ഫുള്ളും വ്യൂ പോയിൻ്റ് മാത്രമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ കൂടെ വന്ന അനിയന്മാരൊക്കെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് അപ്പോൾ ഒരു ഏട്ടൻ വന്നിട്ട് അമ്പലത്തിൻ്റെ പ്രസാദം കൊണ്ട് തന്നായിരുന്നു. അത്യാവശ്യം പുളീൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടൊരു പ്രസാദം എടുത്തു. അതും കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്നു. അത്യാവശ്യം ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വിചാരിച്ച് ഞങ്ങൾ മെല്ലെ താഴത്തോട്ട് ഇറങ്ങിയായിരുന്നു. ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ വന്ന മാക്സിമം ആൾക്കാർ താഴത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഫസ്റ്റത്തെ മല ഇറങ്ങി താഴത്താനാകുമ്പോൾ അവിടെ ചപ്പാത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ ശരി പറഞ്ഞ് പോയി വരുന്ന ഒരു 2 ചപ്പാത്തി വാങ്ങിയായിരുന്നു. കറി സംഭവങ്ങളൊന്നും കിട്ടിയില്ല, അവർ അച്ചാർ തന്നായിരുന്നു. അപ്പോൾ ആ അച്ചാറും 2 ചപ്പാത്തിയും കൂടി വാങ്ങിയിട്ട് ലൈറ്റായി കഴിച്ചാൽ ഞങ്ങൾ തലേദിവസം നൈറ്റ് കഴിച്ചായിരുന്നു. പിന്നെ അവിടെ വേറെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ചപ്പാത്തി കിട്ടിയപ്പോൾ ഞാൻ ശരിയാണ് കുറച്ച് 2 ചപ്പാത്തി കഴിച്ച് അച്ചാറും കൂടി കഴിച്ചിട്ട് താഴത്തിറങ്ങുമ്പോൾ താഴത്തൊരു അമ്പലമുണ്ട്, കുഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും തൊഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ കൂടെ വന്നവരാണ് ഇതെല്ലാവരും. അപ്പോൾ അവരെല്ലാം തൊഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനും ശരി അപ്പോൾ തൊഴുതാ പറഞ്ഞിട്ട് എൻ്റെ ഈ ക്യാമറയും ട്രൈപ്പോഡും കൊണ്ട് നമ്മുടെ ബിജു ബ്രോൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു. അവർ തൊഴുതിക്കണ്ടിട്ട് ഞാൻ തൊഴുന്നൊരു വീഡിയോ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ശരി എടുത്തുതരാൻ പറഞ്ഞാൽ അവർ എനിക്ക് ഞാൻ തൊഴുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു തന്നായിരുന്നു. ആക്ച്വലി ഈ ഒരു ക്ലിപ്പ് മാത്രമേ എൻ്റെ ഫേസ് വന്നിട്ടുള്ളൂ, ബാക്കി ദിവസം ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം ഒരു കുറിയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ശിവൻ്റെ കുറിയെല്ലാം ഇട്ട് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് താഴത്തിറങ്ങി. ശിവനെ കണ്ട് ദർശനം കണ്ട് ആ ഒരു സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് താഴത്തിറങ്ങി കഴിഞ്ഞു. താഴത്തിറങ്ങി വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ നൈറ്റ് കയറുമ്പോൾ ഈ വ്യൂ ഒന്നും കണ്ടായിരുന്നു. തിരിച്ചിറങ്ങി വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് വ്യൂ എല്ലാം കണ്ട് രസിച്ച് വന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു, കാലും കൈ നല്ല വേദന ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു 7 മല വിടാണ്ട് ചവിട്ടി കയറിയതല്ലേ, അപ്പോൾ നല്ലപോലെ ടയേർഡ് നല്ല കാലുവേദനയുണ്ട്. എന്നാലും ഞങ്ങൾ സഹിച്ച് അങ്ങനെ ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ താഴത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റിലായി കയറുന്ന ടൈമിൽ ആ വിനായകൻ കോവിൽ ഉണ്ടായിരുന്നില്ലേ, അതും കൂടി കണ്ടതിന് ശേഷം തിരിച്ച് നേരെ ഞങ്ങൾ താഴത്തെത്തി നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് എത്രയുള്ളൂ വീഡിയോ ഗൈസ്, ബൈ.